ഹായ്. ഫെർണാണ്ടോ ഗോൺസാലസ് മോളിന സംവിധാനം ചെയ്ത ഒരു സ്പാനിഷ് പടം പരിചയപ്പെടുത്തി തരാം. ദി ലെഗസി ഓഫ് ദി ബോൺസ്. ഈ പടം 2019 റിലീസാവുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് 2017 റിലീസായിട്ടുണ്ട്. ദി ഇൻവിസിബിൾ ഗാർഡിയൻ എന്നാണ് പടത്തിൻ്റെ പേര്. ആ സിനിമയിലെ കുറേയധികം കഥാപാത്രങ്ങളും ചില സിറ്റുവേഷൻസൊക്കെ ഈ സിനിമയിലും കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു ജോണറിൽ വരുന്നൊരു പടമാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിലേക്ക് മന്ത്രവാദം, ദുർമന്ത്രവാദം അങ്ങനെ ചില സാധനങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. ഞാൻ പേഴ്സണലി മന്ത്രവാദം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അത്ര എൻജോയ് ചെയ്യുന്ന ആളല്ല. പക്ഷെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പടം എന്ന രീതിയിൽ നമുക്ക് കണ്ടിരിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അറിയാലോ, സ്പാനിഷ് പടമൊക്കെ ആകുന്ന സമയത്ത് അതിൻ്റെ വിഷ്വലിനൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ കഥ പറയുന്ന രീതി, കഥാപാത്രങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അവരുടെ ഒരു ഒരു മനോവികാരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് ക്യാരക്ടർ ആർക്ക്, കഥാപാത്രങ്ങളുടെ ഒരു സൈക്കോളജിയും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. പിന്നെ ഇങ്ങനെയുള്ള സിനിമകളിലൊക്കെ അറിയാമല്ലോ, അതിൻ്റെ മെയിൻ ലീഡ് റോളിൽ വരുന്ന ആളിൻ്റെ ആർക്കെങ്കിലൊക്കെ ഇട്ടായിരിക്കും പണി വരുന്നത്. പണി കൊടുക്കുന്നതും അവർക്ക് എന്തെങ്കിലുമൊക്കെ റിലേഷനുള്ള ആൾക്കാരൊക്കെ തന്നെയായിരിക്കും. ഈ മന്ത്രവാദം പ്രത്യേകിച്ച് അങ്ങനെയാണല്ലോ, എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങളുള്ള ആൾക്കാരിലേക്കാണല്ലോ ഇത് വെക്കുന്നത്. അമേയ സൽസാർ, അതാണ് ഈ സിനിമയിലെ മെയിൻ ലീഡിൽ വരുന്ന കഥാപാത്രത്തിന്റെ പേര്. അവരുടെ അഭിനയമൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അവരുടെ ഹസ്ബൻഡായിട്ട് അഭിനയിച്ച ആളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമൊക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഒരു ആൻറ്റി ആയിട്ടിരുന്ന ഒരു പെണ്ണുങ്ങളുണ്ട്, അവരുടെ പെർഫോമൻസും അടിപൊളിയായിരുന്നു. പിന്നെ ആ പടത്തിന്റെ ഈ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ രസമാണ് കേട്ടോ, നമ്മളെ ഒന്ന് പേടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതിനൊരു തേർഡ് പാർട്ട് കൂടി ഉണ്ട്, ഓഫറിംഗ് ടു ദ സ്റ്റോം എന്നുണ്ട്. 2020 മറ്റാണ് ആ പടം വന്നത്. അപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവൊന്നും നമുക്ക് ഈ ലെഗസി ഓഫ് ദ ബോൺസിൽ കിട്ടില്ല. കുറച്ചൊക്കെ നമുക്ക് അടുത്ത ഭാഗം കൂടി കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാകൂ. സോ ഒരു ട്രിയോളജിയാണ്, ബസ്താൻ ട്രിയോളജി എന്ന് മറ്റാണ് ഈ 3 സിനിമകളും വിശേഷിപ്പിക്കപ്പെടുന്നത്. സോ ഒന്ന് കണ്ടു വെക്കുക. അത്യാവശ്യം മേക്കിംഗ് ക്വാളിറ്റി ഉള്ള ഒരു പടമാണ്. പിന്നെ ഈ മിസ്റ്ററി ത്രില്ലർ, അതുപോലെ തന്നെ ഈ മന്ത്രവാദം അതൊക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകൾ എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് കണ്ടിരിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ളൊരു പടമാണ്, നല്ല മേക്കിംഗ് ആണ്. സോ കണ്ടു നോക്കുക, ദി ലെഗസി ഓഫ് ദി ബോൺസ്.